ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയ രണ്ട് വലിയ ദുരന്തങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. മറക്കാനാവാത്ത മുറിപ്പാടുകൾ നൽകിയ ആ ദിനങ്ങളാണ് 1945 ഓഗസ്റ്റ് 6, 9 എന്നീ ദിവസങ്ങൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹിരോഷിമയുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എല്ലാവരും കൃത്യമായി ഈ വീഡിയോ കാണുക. നേരെ വീഡിയോയിലേക്ക് പോകുന്നു. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് പകർത്തിയെടുത്ത് പഠിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. എന്നാണ് ഹിരോഷിമ ദിനം? എന്നാണ് ഹിരോഷിമ ദിനം? ഉത്തരം ഓഗസ്റ്റ് 6. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? ഉത്തരം 1945 ഓഗസ്റ്റ് 6. ദെൻ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം എനോളഗെ. ഓക്കെ, ഓർത്തു വയ്ക്കുക, എനോളഗെ. ദെൻ ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര് എന്താണ്? ആ അണുബോംബ് ആക്രമണത്തിന് ശേഷം അതിനിരയായിട്ടും ജീവിക്കുന്നവരെ വിളിക്കുന്ന പേര്? ഉത്തരം ഹിബാകുഷ. ദെൻ ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്രയാണ്? ലിറ്റിൽ ബോയ് എന്ന ബോംബിന്റെ ഭാരം എത്ര? ഉത്തരം 4 ടൺ. ഓക്കെ, ദെൻ ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏത്? ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം. ഓക്കെ, ദെൻ ഹിരോഷിമയിൽ ബോംബിങ്ങിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഹിരോഷിമയിൽ ബോംബിങ്ങിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു വിമാനത്തിന്റെ പൈലറ്റ് ആരാണ് എന്നൊക്കെ ഒരേ ഉത്തരം തന്നെയാണ്. ഉത്തരം കേണൽ ടിബറ്റ്സ്. ഓക്കെ, ദെൻ ആഗസ്റ്റ് 9 പ്രത്യേകത എന്ത്? ആഗസ്റ്റ് 9 പ്രത്യേകത എന്താണ്? ഉത്തരം നാഗസാക്കി ദിനം. ദെൻ അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്ന്? അമേരിക്ക നാഗസാക്കിയിൽ ബോംബ് വർഷിച്ചത് എന്നാണ്? ഉത്തരം 1945 ഓഗസ്റ്റ് 9. ദെൻ നാഗസാക്കിയിൽ അണുബോംബ് വർഷിക്കാനായി ഉപയോഗിച്ച വിമാനത്തിന്റെ പേര് എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കൃത്യമായി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിക്കാനായി ഉപയോഗിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം ബോക്സ് കാർ. ഓക്കെ, ദെൻ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ്. എന്നാൽ നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ഫാറ്റ്മാൻ. ദെൻ ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്ര? ഫാറ്റ്മാൻ എന്ന ബോംബിന്റെ ഭാരം എത്രയാണ്? ഉത്തരം നിങ്ങൾ ഓർത്തു വയ്ക്കുക, 4.63 ടൺ. ഓക്കെ, 4.63 ടൺ. മറക്കാതെ ഓർത്തു വയ്ക്കുക. ഫാറ്റ്മാൻ ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞു ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ചത് യുറേനിയം എന്ന മൂലകമാണ്. എന്നാൽ ഫാറ്റ്മാൻ എന്ന ബോംബിൽ ഉപയോഗിച്ച മൂലകം? ഉത്തരം പ്ലൂട്ടോണിയം. ഫാറ്റ്മാൻ ബോംബിങ്ങിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആ വൈമാനികന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കേണൽ സ്വീനി. ഓക്കെ, കേണൽ സ്വീനിയാണ് ഫാറ്റ്മാൻ ബോംബിങ്ങിന് നേതൃത്വം നൽകിയ വ്യക്തി. ദെൻ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൃത്യമായി ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തം ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം കൂടിയാണ്.
അണുബോംബിന്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തം? ഉത്തരം E=mc². ഓക്കെ, E=mc². അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അടുത്തത്. E=mc² എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? E=mc² എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ദെൻ അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എന്നാണ്? അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്? ഉത്തരം 1945. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ആരാണ്? ഏത് രാജ്യക്കാരാണ് അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും 6-ാം തീയതിയും 9-ാം തീയതിയും ഓർത്തുവെക്കുക. ഓക്കെ, ആരാണ് അണുബോംബ് പ്രയോഗിച്ചത്? ഉത്തരം അമേരിക്ക. ദെൻ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഉത്തരം ജപ്പാൻ. ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരമേത്? ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരമേത്? ഉത്തരം ഹിരോഷിമ. ജപ്പാനിൽ വർഷിച്ച അണുബോംബിന്റെ വികിരണമേറ്റ് രോഗബാധിതയായി പിന്നീട് ലോകപ്രശസ്തയായ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഇവരുടെ പേരിലാണ് സഡാക്ക കോക്കുകൾ അറിയപ്പെടുന്നത്. ആ പ്രശസ്തയായ പെൺകുട്ടിയുടെ പേര്? ഉത്തരം സഡാക്കോ സസാക്കി. ദെൻ സഡാക്കോ സസാക്കി നിർമ്മിച്ച് ലോക സമാധാനത്തിന്റെ പ്രതീകങ്ങളായ കടലാസ് കൊക്കിന്റെ പേര് എന്താണ്? സഡാക്കോ സസാക്കി നിർമ്മിച്ച് ലോക സമാധാനത്തിന്റെ പ്രതീകങ്ങളായി മാറിയ ആ കടലാസ് കൊക്കിന്റെ പേര്? ഉത്തരം സഡാക്കോ കൊക്കുകൾ. ദെൻ ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട യുദ്ധമേത്? ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട യുദ്ധം? ഉത്തരം 2-ാം ലോക മഹായുദ്ധം. ദെൻ ഏത് ലോകയുദ്ധത്തിനു ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന, അതായത് UNO, രൂപം കൊണ്ടത്? ഏത് ലോകയുദ്ധത്തിനു ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന UNO രൂപം കൊണ്ടത്? ഉത്തരം 2-ാം ലോക മഹായുദ്ധം. ദെൻ ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന UNO. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ? UNO എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 28-ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആഗസ്റ്റ് 9-ന്റെ പ്രത്യേകത എന്ത്? ഓർത്തുവെക്കുക, ആഗസ്റ്റ് 9-ന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞുപോയി, നാഗസാക്കി ദിനമാണ്. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രത്യേകതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഉത്തരം ക്വിറ്റ് ഇന്ത്യ ദിനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറഞ്ഞാൽ അതെ, ആ ഒരു മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുത്ത് പഠിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.